ഈ ബീഫ് ഫ്രൈ എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണല്ലേ. ആ സംഭവമാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല കഷ്ണം ബീഫുകൾ എടുത്ത് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എപ്പോഴും ഉണ്ടാക്കുന്ന പോലെയല്ല കേട്ടോ ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്നത്, കുറച്ച് വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളോടും കൂടെ പറയാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ കഴുകി വെച്ചിട്ടുള്ള ബീഫിനകത്തോട്ടേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇത്ര മാത്രമല്ല ഇടാൻ പോകുന്നത്, കുറച്ച് സാധനം കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സവാള, വെളുത്തുള്ളി, തക്കാളി, പിന്നെ ഒരു 1.5 സ്പൂണ് വെളിച്ചെണ്ണ, പിന്നെ പച്ചമുളക്. ഇത്രയും സാധനങ്ങൾ പിന്നെ നമ്മുടെ ബീഫിനകത്തോട്ടേക്ക്, പച്ച ബീഫിനകത്തോട്ടിട്ടിട്ട് നന്നായിട്ട് കൈ വെച്ച് തിരുമണം ഈ ബീഫിനെ. പൊതുവേ നമ്മൾ ഇതിൻ്റെ പൊടികൾ മാത്രം ഇട്ടേ തിരുമാറുള്ളൂ. ഇതിനകത്ത് നമ്മൾ സവാളയും പച്ചമുളകും വെളുത്തുള്ളിയും തക്കാളിയും കൂടി ഇട്ടിട്ടാണ് തിരുമുന്നത്. കണ്ണൂരിലൊക്കെ പറഞ്ഞ പോലെ പെരക്കി അങ്ങ് വയ്ക്കുക. അതിനകത്തോട്ട് 1 സ്പൂണ് വിനാഗിരിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു 5-6 വിസിലിന് കാത്തുക്കുക. വിസിലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, കുറച്ച് ഫോഗ് അങ്ങ് ഇട്ടിട്ട് ഒന്നും കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ അവസ്ഥയായിപ്പോയി. അതുപോലെ ഒരു 6 വിസിലാകുമ്പോഴത്തേക്കും ബീഫ് നല്ല വെന്ത് സൂപ്പറായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു തവ എടുത്ത് വയ്ക്കുക. അതിനകത്തോട്ടേക്ക് എണ്ണ ചൂടാക്കിയിട്ട് കൊത്തി നുറുക്കിയ നമ്മുടെ തേങ്ങ അതിനകത്തിടുക. ഈ ബീഫ് ഫ്രൈൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഈ കൊത്തി നുറുക്കിയ തേങ്ങയാണല്ലോ. അപ്പോൾ അത് നന്നായിട്ട് മൂപ്പിക്കുക. ഈ തേങ്ങ മൂത്ത് പറയുമ്പോൾ തന്നെ എൻ്റെ വായിൽ നിന്ന് വെള്ളം വരുന്നു കേട്ടോ. അപ്പോൾ കഴിക്കുമ്പോഴുള്ള ടേസ്റ്റ് നിങ്ങൾ ആലോചിക്കണം. പോട്ടെ. എന്നിട്ട് നന്നായിട്ട് ഈ തേങ്ങ മൂത്ത് വരുമ്പോഴത്തേക്ക് അതിനകത്തോട്ടേക്ക് ഇച്ചിരി കൂടെ സവാളയും 2-3 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിക്കുക. നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴത്തേക്കും പട്ടയും ഗ്രാമ്പും പെരുംജീരകവും കൂടെ അതിനകത്തോട്ട് ചേർക്കുക. പിന്നെ ഗരം മസാലയും അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി, ഇത്രയും സാധനങ്ങളിടുക. ഒന്നുകൂടെ നന്നായിട്ട് വഴറ്റുക. കുറച്ചൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യുക. ഇച്ചിരി അല്ല, കുറച്ചധികം കുരുമുളക് പൊടി ഇടുന്നുണ്ട്. കാര്യം നല്ല പൊരിയൻ ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണാണ്, 3 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിയും കൂടിയിട്ട് നന്നായിട്ട് അതിനെ വഴറ്റി കഴിഞ്ഞിട്ട് അതിനകത്തോട്ടേക്ക് നമ്മൾ നേരത്തെ വിസിലടിച്ച് വെച്ച നമ്മുടെ ബീഫിനെ ആഡ് ചെയ്യുക. പിന്നെ ഇതിന് നന്നായിട്ട് അങ്ങ് കുഴച്ചെടുക്കുക. തവി വെച്ച് നന്നായിട്ട് കുഴച്ചിട്ട് അവിടെ അങ്ങനെ മൂടി വെച്ച് കാത്തിരിക്കുക. ഈ മൂടി വെച്ച് കാത്തിരിക്കുന്നതിന് ഒരു പ്രത്യേക സൗന്ദര്യമാണ് കേട്ടോ. ഇത് തിളയ്ക്കുന്ന ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, ഒന്നും പറയണ്ട, നമ്മളിങ്ങനെ കാത്തിരിക്കും. വേറെ ഒന്നിനും വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ടാവില്ല. അങ്ങനെ പിന്നെ ഇതൊക്കെ എടുത്ത് പൊക്കി നോക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാകും. നല്ല വെന്ത് നല്ല സൂപ്പറായിട്ടുള്ള നല്ല ബീഫ് ഫ്രൈയും. സംഭവം ഡ്രൈ ഫ്രൈയും അല്ല, എന്നാൽ നല്ല കറിയും അല്ല, ഒരു കുഴമ്പ് രൂപത്തിലുള്ള ബീഫ് ഫ്രൈ ആണ് കേട്ടോ. നോക്കി ഓരോ പീസും ഇങ്ങനെ എടുത്ത് തിന്നാൻ സൂപ്പറാണ്.